എന്തായാലും കൊല്ലത്തെ വിഭജികയുടെ മരണത്തിന് ഞെട്ടൽ മാറും മുൻപേയാണ് ഇപ്പോൾ അതുല്യയുടെയും മരണം ഷാർജയിൽ നടക്കുന്നത്. വിഭജികയുടെ കഥയും മറ്റൊന്നായിരുന്നില്ല. വിഭജികയുടെ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാളെ കൊല്ലം കൊറ്റങ്കരയിലേക്ക് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയാണ് വിഭജിക ഭർത്തൃപീഡനത്തെ തുടർന്ന് ഈ മാസം 8-ന് ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് നിതീഷിൽ നിന്ന് വിഭജിക ഗാർഹിക പീഡനം നേരിട്ടിരുന്നെന്നും ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു എന്നും വിഭജികയുടെ ബന്ധുക്കളും പറയുന്നു. കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കുകയും മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിരുന്നു വിഭജികയെ. ഗർഭിണിയായിരിക്കുമ്പോൾ പോലും പീഡനമേറ്റിരുന്നു. വിഭജിക സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ പോസ്റ്റിൽ നിന്നാണ് ഭർത്താവ് നിതീഷ്, സഹോദരി നീതു, അച്ഛൻ മോഹനൻ എന്നിവരിൽ നിന്ന് നേരിട്ട പീഡന വിവരങ്ങൾ പുറത്തു വന്നത്. ഷമീർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷമീർ, ഈ വിഭജികയുടെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആയോ? രുചീഷ്, വിഭജികയുടെ മൃതശരീരം ഇപ്പോഴും ഷാർജയിൽ തന്നെയാണുള്ളത്. അത് പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മൃതദേഹം എംബാം ചെയ്ത് നാളെ വൈകിട്ടോടുകൂടി നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെയുള്ള കുടുംബാംഗങ്ങൾ നടത്തുന്നത്. ഒരു പക്ഷേ നാളെ വൈകിട്ടല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയോടുകൂടി വിഭജികയുടെ മൃതശരീരം അവരുടെ വീട്ടിലേക്ക്, കൊറ്റങ്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും. 5 വർഷത്തെ വിവാഹ ജീവിതത്തിനിടയിൽ ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ രുചീഷ് തന്നെ പറഞ്ഞു. കഴുത്തിൽ ബെൽറ്റിട്ട് വലിക്കും, അതുപോലെ പുലർച്ചെ ഈ കുട്ടി കിടന്നുറങ്ങുമ്പോൾ വിളിച്ചെണീപ്പിക്കും. ആ കുട്ടിയെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ കഴിയുമോ ആ വീട്ടിൽ ആ പണി മുഴുവനും അയാൾ ചെയ്യിപ്പിക്കും. അതിനുശേഷം സ്വഭാവ വൈകൃതമുള്ള ഇയാൾ ഈ പെൺകുട്ടിയെ മുടി മൊട്ടയടിച്ച സംഭവം വരെ ഉണ്ടായി. ക്രൂരമായി ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായി. അതിൻ്റെയൊക്കെ തന്നെ ഫോട്ടോകളും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതും ഇത്തരത്തിൽ ആ പെൺകുട്ടി അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. പക്ഷേ വിഭജികയെ മർദ്ദിക്കുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കൂട്ടുനിന്നത് അത് ഒരു പിതാവ്, അതായത് വിഭജികയുടെ ഭർത്താവ് നിതീഷിൻ്റെ പിതാവ്, സഹോദരി നീതു എന്നിവരാണ് അതിന് കൂട്ടുനിന്നത്. അവരെയും പ്രതി ചേർത്ത് ഇവിടെ കുണ്ടറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 3 പേരെ പ്രതി ചേർത്താണ് ആ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മകൾ വൈഭവി, അതുപോലെ വിഭജികയും തുടങ്ങിയവർ ആത്മഹത്യ ചെയ്ത ആ മുറിയിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് മരിക്കുന്നതിന് മുമ്പ് വിഭജിക ആത്മഹത്യയെക്കുറിപ്പിട്ട മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു. പക്ഷേ ആ ആത്മഹത്യയെക്കുറിപ്പിട്ട് മരിച്ചതിന് ശേഷം ഏതാണ്ട് 3 മണിക്കൂറിനിപ്പുറം ആത്മഹത്യയെക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഡിലീറ്റായി പോകുന്നു. പിന്നീട് ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കാണാതാകുന്നു. അങ്ങനെ അടിമുടി ദുരൂഹതയുള്ള കേസ്. അതും ഒരു തൊട്ടിൽ കയറിൽ ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറയുന്നു. ആ വീട്ടിലൊരു ഹൗസ് മെയ്ഡ് ഉണ്ടായിരുന്നു. ആ മെയ്ഡ് വൈകിട്ട് 6:30 ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ പെൺകുട്ടി ആ ഫ്ലാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. തിരുവല്ല സ്വദേശിയാണ് ആ മെയ്ഡിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ നടപടികളൊന്നും തന്നെ സാധ്യമാക്കേണ്ടി വന്നില്ല. ഏറ്റവും ഒടുവിൽ അവരുടെ കുടുംബം, അവരുടെ അമ്മ ശൈലജ അവിടേക്ക് എത്തുന്നു, ഷാർജയിലേക്ക് എത്തുന്നു. കുഞ്ഞ് വൈഭവിയുടെയും അതുപോലെ തന്നെ മകൾ വിഭജികയുടെയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം അവർ നടത്തി. പക്ഷേ വൈഭവിയുടെ മൃതദേഹം നിതീഷിന് വിട്ടുകൊടുക്കണം. ആ രാജ്യത്തെ ഷാർജയിലെ നിയമം അങ്ങനെയാണ്. പിതാവിനാണ് പൂർണ്ണമായ അവകാശം. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇവരുടെ മൂത്ത സഹോദരി കേസ് നൽകുന്നു. ഹൈക്കോടതി തന്നെ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി, അത് പിതാവിന് അവകാശപ്പെട്ടതല്ലേ എന്ന്. അങ്ങനെ അത് ഒത്തുതീർപ്പാക്കിയ ശേഷം പിതാവിന് ആ ബോഡി കൊടുക്കുന്നു. ആ ബോഡി അവിടെ സംസ്കരിക്കുകയും ചെയ്തു. ഷാർജയിലെ സോണാപൂർ സംസ്കാര കേന്ദ്രത്തിൽ സംസ്കരിക്കുകയും ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെയും കുറ്റവാളി ആരാണ്, ഇവരെ എപ്പോൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും തുടങ്ങിയ അനേകം ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് വിഭജികയുടെ ചേതനയേറ്റ ശരീരം ഷാർജയിലുള്ളത്. നാളെ വൈകിട്ടോടു കൂടിയോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയോ ഈ മൃതദേഹവും നാട്ടിലേക്ക് എത്തും. രുചീഷ്.